ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിങ്ങളോടൊക്കെ ഒരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങളൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? വിജയങ്ങളെക്കാളുപരി പരാജയങ്ങളായിരിക്കും ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത്, അല്ലേ? പരാജയം സംഭവിച്ചു വന്നത് വലിയ കാര്യമൊന്നുമല്ല. ശരിക്കും നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ വിജയത്തിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ ഒരു ചെറിയ കുറുക്കു വഴിയാണ്. ഈ വിജയത്തിലേക്ക് ഒരുപാട് കുറുക്കു വഴികളിലൂടെ കടന്നുപോയ വിശുദ്ധര് നമുക്ക് മുന്നിൽ മാതൃകയായിട്ടുണ്ട്. ഒന്നാമത്തെ ആളാണ് നമ്മുടെ പത്രോസ് ശ്ലീഹ. ഈശോയുടെ ചങ്ക് ഫ്രണ്ടായിട്ട് കൂടെ നടന്നിട്ട് 3 തവണ കർത്താവിനെ ഒറ്റപ്പെടുത്തിയ ആളാണ് നമ്മുടെ പത്രോസ്. പക്ഷേ തന്റെ പരാജയത്തെ ദൈവത്തിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തെ സഭയുടെ തലവനായി ഉയർത്തി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രാൻസിസ് പിതാവും. മാടമ്പിയാകാൻ വേണ്ടി ആഗ്രഹിച്ച് പോയതാണ് യുദ്ധത്തിന്. പക്ഷേ ഒരു തവണ പരാജയപ്പെട്ടു. 2ാമത്തെ തവണ ദൈവിക സ്വരം കേട്ടു എന്ന തിരിച്ചറിവോടുകൂടി അദ്ദേഹം തിരിച്ചു വന്ന് തന്റെ എല്ലാ ബലഹീനതകളെയും മാടമ്പിയാകാനുള്ള ആഗ്രഹത്തെയും ദൈവത്തിന്റെ മുമ്പിൽ അടിയറ വെച്ചതുകൊണ്ട് 2ാം ക്രിസ്തുവായി അദ്ദേഹം രൂപാന്തരപ്പെട്ടു. നമുക്ക് മുന്നിൽ പരിചിതനായ മറ്റൊരു വ്യക്തിയാണ് പാറമടയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ജോൺ പോൾ പിതാവ്. തന്റെ എല്ലാ നിസ്സഹായ അവസ്ഥകളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചതുകൊണ്ട് പാറമടയിൽ നിന്ന് പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി. പ്രിയ സഹോദരങ്ങളെ, ഈ പരാജയപ്പെട്ടതൊന്നും വലിയ കാര്യമല്ല. പക്ഷേ എത്ര തവണ വിജയിക്കാൻ വേണ്ടി നീ പരിശ്രമിച്ചു എന്നതാണ് വലിയ കാര്യം. പരിശ്രമിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കുറുക്കു വഴി പറഞ്ഞു തരാം. വലിയ കാര്യമൊന്നും ചെയ്യണ്ട. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പരാജയങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി. ഉദാഹരണമായിട്ട്, നിങ്ങൾ പരീക്ഷയിൽ തോറ്റവരാണോ? കടബാധ്യതയുള്ളവരാണോ? നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടവരാണോ? എന്ത് തന്നെ ആയിക്കോട്ടെ, ദൈവമേ, ഈ ഒരു പരാജയം, ഈ ഒരു തോൽവി, ഈ ഒരു സാമ്പത്തിക തകർച്ച, ഈ ഒരു ബന്ധങ്ങളുടെ നഷ്ടം എൻ്റെ ജീവിതത്തിൽ തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇങ്ങനെ നിരന്തരം ദൈവം തരുന്ന എല്ലാ സാഹചര്യങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുത്തിയാൽ നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ കുറവുകളെ ദൈവം നിറവുകളാക്കി മാറ്റും. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.